ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ചപ്പാത്തിക്ക് കഴിക്കാൻ പറ്റിയ ഒരു ടൊമാറ്റോ കുറുമയാണ്. ടൊമാറ്റോ കുറുമ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങ ചിരകിയത്, പിന്നെ 3 പച്ചമുളക്, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. പിന്നെ ഞാനിവിടെ കുറുമ വയ്ക്കാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു കലച്ചട്ടിയിലാണ്. നിങ്ങൾക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലോ ഇഷ്ടമുള്ളതിൽ വയ്ക്കാം. പക്ഷേ ഇങ്ങനെ കലച്ചട്ടിയിൽ വയ്ക്കുകയാണെങ്കിൽ കുറച്ച് തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടും, കുറച്ച് ടേസ്റ്റും കൂടുതലുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിൽ വയ്ക്കുന്നത്. ഇപ്പോൾ ഞാനിതിൽ എണ്ണ ഒഴിച്ചു കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഒരു 3 വലിയ സവാള കുരുകുരാന്ന് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം, ഒരു ബ്രൗൺ നിറാവുന്നോടം വരെ. ഇപ്പോൾ കൽച്ചട്ടിയിലാകുമ്പോൾ കുറച്ചൊരു എന്താ പറയുക, നമ്മൾ കണ്ടിന്യൂസ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ല പെട്ടെന്ന് അടിയെ പിടിക്കും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ തീ കുറച്ച് വെച്ചിട്ട് ഇടണം കേട്ടോ. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കളർ കുറച്ച് കൂടുതൽ വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ കുറുമ ആയതുകൊണ്ട് അധികം അങ്ങനെ കളറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആണെങ്കിൽ നല്ല ചുമന്ന കളർ വേണം. അപ്പോൾ ഇതിന് ഞാൻ അതുകൊണ്ട് അത്രയും ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ടൊമാറ്റോ, തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് എടുക്കണം, അധികം വലിയ പീസായിട്ട് അരിയരുത്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് ഇളക്കി തക്കാളിയൊക്കെ വെന്ത് എന്താ പറയുക, ഒന്ന് ഉടഞ്ഞ് തിക്കാവുന്നവിടെ ഇളക്കി കൊടുക്കുക. ഇത് ഫസ്റ്റ് ഈ കറി നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുന്നതുകൊണ്ട് വരെ ലാസ്റ്റ് വരെ അടുത്ത് നിന്ന് തന്നെ ചെയ്യുകയാണ് നല്ലത്. നമ്മൾ അടച്ചു വെച്ച് അങ്ങനെ അധികം വേവിക്കണമൊന്നുമില്ല. അപ്പോൾ അത് നമ്മളടുത്ത് നിന്ന് തന്നെ ഉണ്ടാക്കി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റും. നല്ല ടേസ്റ്റിയാണ്, എന്നാൽ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റുന്നൊരു കറിയാണ്. ചപ്പാത്തിക്ക്, ഇടിയപ്പത്തിന് ഒക്കെ നല്ല ബെസ്റ്റ് കറിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തക്കാളി ഇപ്പോൾ നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ഇതുണ്ടല്ലോ, തേങ്ങയൊക്കെ കൂടെ അത് ചേർത്ത് കൊടുക്കാൻ പോവാണ്. നമുക്കിതിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കണ്ടോ, നമ്മുടെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ആവശ്യമനുസരിച്ച് കുറച്ചുകൂടി വെള്ളം ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റ് ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി, ഓപ്ഷണലാണ്. അപ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടും, പ്രത്യേകിച്ച് ഇടിയപ്പത്തിനും ചപ്പാത്തിക്കൊക്കെ ആകുമ്പോൾ ആ ഒരു ടേസ്റ്റ് നല്ലതാണ്. ഇനി ഈ കറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലെങ്കിൽ ടേസ്റ്റ് കൂട്ടി കൊടുക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത്. അതായത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഒരു 2-3 ഗ്രാമ്പൂ ഇട്ടൊന്ന് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കുക, താളിച്ച് ചേർക്കുക. അത് ഈ കറിയുടെ എല്ലായിടത്തും ഗ്രാമ്പൂവിൻ്റെ ടേസ്റ്റൊക്കെ വരാനും ഇതിനൊരു പ്രത്യേക ടേസ്റ്റ് നമുക്ക് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതാരും മറക്കരുത്, ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡിയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്താൽ കറി റെഡി. ചപ്പാത്തിക്കും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ ടൊമാറ്റോ കുറുമ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചോറിന് വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കണമെന്നില്ല. അപ്പോൾ ചോറിനും നല്ല ടേസ്റ്റാണ് ഈ കറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും ഒരു റെസിപ്പിയായി കാണാം. അതുവരേക്കും ബൈ ബൈ.